അങ്ങനെ നമ്മുടെ CNG വണ്ടി എടുത്തിട്ട് 6 മാസം കഴിഞ്ഞു. വണ്ടി ഏകദേശം ഒരു 27 കിലോമീറ്റർ ഓടി. 27 കിലോമീറ്ററിൻ്റെ സർവീസ് നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ സർവീസിൻ്റെ കോസ്റ്റ് വന്നത് 2400 രൂപയാണ് വന്നത്. ഓയിലിനൊക്കെ 700-800 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത്രയും ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. ഇതിന് വേറെ ഒരു ഓയിലാണ്, CNGക്ക് വേണ്ടി ഫ്രീഡം എന്ന് പറഞ്ഞ വേറൊരു ഓയിലാണ്. അപ്പം നമുക്ക് പുറത്ത് വാങ്ങാൻ കിട്ടില്ല. ഞാനത് പുറത്ത് അന്വേഷിച്ചു. അപ്പം പുറത്ത് നമുക്ക് കിട്ടത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. ഇതിൽ 526 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് വളരെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ സർവീസ് കോസ്റ്റ് വരുന്ന അത്രേ ആയുള്ളൂ. ഇപ്രാവശ്യത്തെ സർവീസിന് നമ്മൾ ഡിസ്ക് പാട് മാറിയിട്ടുണ്ട് ഫ്രണ്ടിലത്തെ. ഇതിനി ഓടാൻ കഴിയത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മാറി. അല്ലെങ്കിൽ ഡിസ്ക് കയറി പിടിച്ച് കഴിഞ്ഞ് സ്ക്രാച്ച് വീഴും. പിന്നെ ബ്രേക്കിങ്ങിന് വളരെ ബുദ്ധിമുട്ടാകും. അത് കിട്ടാണ്ട് വരും. അപ്പോൾ അങ്ങനെ മാറാനുള്ള ബ്രേക്കിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കണം. കംപ്ലൈൻ്റായിട്ട് എത്ര കിലോമീറ്റർ ഓടിയിട്ട് നിലവിൽ കംപ്ലൈൻറ്റ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ടയർ തരുമല്ലോ. കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ CNG നിറയ്ക്കാൻ പോയപ്പോൾ അവിടെ പമ്പിൽ ഒരാളെന്നോട് ചോദിച്ചായിരുന്നു, ഈ വണ്ടി നിന്ന് പോയെന്ന് പറഞ്ഞു. പമ്പിൽ ജോലി ജീവനക്കാരൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും സ്റ്റാർട്ടാകുന്നില്ല. പെട്രോളിൽ നോക്കിയിട്ടും സ്റ്റാർട്ടാകുന്നില്ല. എന്നെ പറ്റിയെന്നറിയില്ല. ലാസ്റ്റ് ഒരു വണ്ടിയെ കയറ്റിക്കൊണ്ട് പോവായിരുന്നു എന്നാണ് പറഞ്ഞത്. സംഭവം എന്നാന്ന് എനിക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. പിന്നെയുള്ള കാര്യം നമ്മൾ ടയറിൻ്റെ കാര്യം. ടയർ തീരാൻ വേണ്ടി നോക്കി നിൽക്കരുത്. ടയർ സൈസ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ എവിടുന്നേലും നമ്മൾ ടയർ സംഘടിപ്പിച്ചോണം. അല്ലെങ്കിൽ ഈ പറ്റാത്ത സൈസുമായിട്ട് നമ്മൾ നടക്കേണ്ടി വരും. ഓൺലൈനിൽ കിട്ടുമെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. CNG തന്നെ ഓടിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് പെട്രോളിലോട്ട് ഓടിക്കുമ്പോൾ നല്ലൊരു മടുപ്പുണ്ട്. പമ്മിയാണ് പോകുന്നത്. പെട്രോള് തീർന്നു പോകുന്നൊരു അവസ്ഥ വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ പമ്മുന്ന ആ ഒരു സ്റ്റേജിലോട്ടാണ് വണ്ടി പെട്രോളിൽ ഓടുമ്പോഴത്തേക്കും ഒരു പമ്മലുണ്ട്. പമ്മിയാണ് വണ്ടി എപ്പോഴും ഓടുന്നത്. പിന്നെ നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആകെ ഒരു പ്രശ്നമായിട്ട് വന്ന ഇതാണ്, നമുക്ക് ഡിമ്മും ബ്രൈറ്റും അതൊരു ഭയങ്കര പാടാണ് നമ്മളെപ്പോഴും ഉപയോഗിക്കാൻ. നമ്മൾ ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അത് വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൊത്തത്തിൽ പറയുവാണെങ്കിൽ വണ്ടി കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ഇനി മുന്നോട്ട് കിലോമീറ്റർ കൂടി കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ഒന്നും അറിയത്തില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അറിയിക്കുന്നതാണ്. നിലവിൽ കുഴപ്പമില്ല. ഇപ്പം കിലോയ്ക്ക് 87 ഉള്ളൂ CNGക്ക് റേറ്റ് വരുന്നത്. മുന്നോട്ട് കൂടുമോ എന്നും അറിയത്തില്ല. കൂടുമായിരിക്കും. പെട്രോളിനൊക്കെ വില കൂടി വരുമ്പോഴത്തേക്കും CNG വണ്ടി കൂടുതൽ ഇറങ്ങുമ്പോഴത്തേക്കും എന്തായാലും സ്വാഭാവികമായിട്ടും നമുക്ക് CNGയുടെ റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. ഈ വണ്ടി കുറച്ച് ഇറങ്ങുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ സാധനങ്ങളൊന്നും നമുക്ക് പുറത്ത് വാങ്ങാൻ കിട്ടാത്ത CNG പമ്പുകളൊക്കെ ആയി വരുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ വാഹനം നേരത്തിൽ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലേ നമുക്ക് കാര്യമുള്ളൂ. ഇതിന് പാർട്സെല്ലാം നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന രീതിക്കാകണം. എന്നാലേ നമ്മുടെ പകുതി കാര്യങ്ങളും ഓടുകയുള്ളൂ. ഇപ്പോൾ ഷോറൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓവർ റേറ്റാണ്, ലേബർ ചാർജും കൂടുതലാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഇനി അറിയിക്കുന്നതാണ്.